നമ്മളെപ്പോഴും പറയും, നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ട് ഈ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറയൂല്ലേ. യൂണിവേഴ്സ് നമുക്ക് ഓക്കെ. സിന്ധു മാം എങ്ങനെയുണ്ട്? ഹസ്ബൻഡ് എങ്ങനെയുണ്ട്? ഒരുപാട് ഹഡിൽസ് ഉണ്ടാവും. ഫീലിംഗ് ബെറ്റർ നൗ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ പറയും യൂണിവേഴ്സ് എല്ലാം നമുക്ക് കൊണ്ടുവന്ന് തരും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ അതിനു വേണ്ടി ഗൂഢാലോചന നടത്തും എന്ന് പറയും അല്ലെ. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ശരിയാണ്. ഇന്ന് ഈ ലോകത്ത് മനുഷ്യന് പണത്തിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പണത്തിന് ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ വലിയ ഒരുപാട് കഷ്ടപ്പെടുത്ത് തീരെ പട്ടിണി കിടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കുറവാണ്. പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് കുറവാണ് പട്ടിണി കിടക്കുന്ന ആള്. പിന്നെ അത്യാവശ്യം തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സമാധാനം ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് യൂണിവേഴ്സിനെ ആകർഷിക്കാൻ പറ്റുന്നത്? ഈ സമാധാനം ഉണ്ടെങ്കിലേ ആകർഷിക്കാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ആയിരിക്കണം. അതാണ് നമുക്ക് ഇവിടെ നമ്മള് കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നത് അതാണ്. ഓട്ടോമാറ്റിക്കലി ഒരു ഗുരുവിന്റെ മേൽനോട്ടത്തിൽ രണ്ട് സാഹചര്യങ്ങളിലാണ് ഇത് ഉണ്ടാകുക. ഇപ്പൊ ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് റവല്യൂഷന്റെ കാലഘട്ടമാണ്. ഇനി ഒരു റവല്യൂഷൻ, ഇനി ഡിവൈൻ റവല്യൂഷന്റെ കാലഘട്ടമാണ് വരാൻ. മനുഷ്യന് ഓരോരോ കാലങ്ങൾ മാറി മാറി വരുമ്പോ ഇപ്പൊ അതുകൊണ്ടാണ് ഒരു പകച്ചു നിൽക്കുകയാണ്. ഒരു ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, AI വരുന്നു, മനുഷ്യനെ പോലെ തന്നെയുള്ള നമ്മളെ പോലെ തന്നെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു, പല രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നു. നെക്സ്റ്റ് എന്താണ് എന്ന് പകച്ചു നിൽക്കുക. നെക്സ്റ്റ് ആണ് ഡിവൈനിറ്റി ഉള്ളിലേക്ക് വരിക. സാധാരണക്കാരായ മനുഷ്യർക്ക് വരെ മുമ്പ് വലിയ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച് ബോധിമരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് കൊട്ടാരം ഉപേക്ഷിച്ച്, പലതും ഉപേക്ഷിച്ച്, കുടുംബം ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ച് മലമുകളിലും വലിയ ഗുഹകളിലും ഒക്കെ പോയി തപസ്സിരുന്ന് നേടിയത് സാധാരണക്കാരായ മനുഷ്യനിലേക്ക് ആ ഒരു പ്രകാശം വരുന്നൊരു ഒരു ഒരു റവല്യൂഷനാണ് നെക്സ്റ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ലൈഫ് കോച്ചിങ് റവല്യൂഷനാണ് വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ രാജ്യത്തേട്ടും വ്യാപകമായി ഇത്തരം കോച്ചിങ്ങുകളും ഇതൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഇപ്പോ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനി നിങ്ങൾ അഡ്വാൻസ്ഡ് ആണ്. നിങ്ങളിപ്പോ ഇതിനകത്ത് ഇരിക്കുന്ന ഈ ആളുകൾ 100 പേരിലധികം വരുന്ന ആളുകൾ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് വേർഷനാണ്. മനുഷ്യന്റെ ചരിത്ര കാൽവെപ്പുകളിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് ഞാൻ പറയും. ഏറ്റവും അഡ്വാൻസ്ഡ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് പല രീതിയിൽ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നവരുണ്ട്. ചിലര് ഞാനൊരു ദൈവമാണ് എന്ന് പറഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ചിലര് പ്രത്യേക ഒരു ഒരു വിഭാഗം ഉണ്ടാക്കി, ഒരു മതം ഉണ്ടാക്കി ചെയ്യുന്ന മതം ആണ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളുകൾ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ചെയ്യുന്ന ആളുകൾ. ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ സിമ്പിളായിട്ട് വളരെ സയന്റിഫിക്കലി എന്താണ് ഡിവൈനിറ്റി, എന്താണ് മനസ്സിന്റെ നിറവ്, എന്താണ് സന്തോഷം, സമാധാനം, ശാശ്വതമായ സമാധാനം, ഇത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഈ യൂണിവേഴ്സ് നമുക്ക് എല്ലാം തരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, എല്ലാം കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും അതിന്റെ പുറകെ പോകരുത്. എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പുറകെ പോകുമ്പോൾ നമ്മളൊരു അടിമ പോലെ അതിന്റെ പുറകെ പോകുമ്പോൾ അത് കിട്ടാനുള്ള സാധ്യത, നമ്മൾ അതിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കത് കിട്ടണേ, അത് നമ്മുടെ പുറകെ വൻ.
പ്രത്യേകിച്ചും ഈ റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ആകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ള ഒരു പാഠമാണ് അതിനകത്ത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് പറഞ്ഞു ഇനി ഇനി നമുക്ക് മുന്നോട്ട് തുടരാൻ പറ്റില്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ പിന്നെ അതിന്റെ പുറകെ പോവുക എന്ന് പറയുന്നത് ഒരു സ്ലേവറി അടിമത്തത്തിന് തുല്യാണ്. ഞാൻ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരാം, ഞാൻ എല്ലാം ക്ഷമിക്കാം, ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അങ്ങനെ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തിരിച്ചു വരാൻ തോന്നൂല. അയാളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക, എന്തേ എന്റെ ഫോൺ എടുക്കാത്തെ എന്താണ്. അതേസമയം സ്റ്റേൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചിട്ട് ഞാൻ എനിക്ക് എന്റേതായ ഞാനൊരു രാജ്ഞിയാണ്, ഞാനൊരു രാജാവാണ്, ഞാൻ ആരുടെ അടിമയല്ല. അതാണ് മനുഷ്യന്റെ സോളിന്റെ പവർ എന്ന് പറയുന്നത്. ആണ് സോൾ. ഹൈലി ഹൈലി പവർഫുൾ, ഹൈലി ഇൻഫ്ലേമബിൾ, ഒട്ടാൾക്കത്തും. ഇത്ര പവറുള്ള സോൾ ആകുമ്പോ ഒരു കിങ് ആയിരിക്കണം, കിങ്. ക്യൂൻ ആയിരിക്കണം, ക്യൂൻ. രാജ്ഞി. രാജ്ഞി ആരുടെയും കാലെ പിടിച്ച് വീണാറില്ല, കാലെ കിടന്ന് കരയാറില്ല. രാജാവും അതുപോലെ തന്നെ. പതിയെ 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 നമുക്ക് മനസ്സിലാവും നമ്മുടെ വാല്യൂ എന്താണ്, നമ്മുടെ സോളിന്റെ വാല്യൂ എന്താണ് എന്ന് മനസ്സിലാവും. ഈ ഒരു യാത്രയിൽ, മിറാക്കിൾ മോർണിംഗ് ട്രാവൽ എന്ന് പറയുന്ന യാത്രയിൽ നിങ്ങൾ എത്ര നാൾ പിന്തുടരാൻ പറ്റുമോ, ഞാൻ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യോ അതൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് എത്രത്തോളം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കടിച്ചു തൂങ്ങി കിടക്കുന്നുവോ, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങൾ തൂങ്ങി കിടക്കുന്നുവോ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആവശ്യമില്ലാത്ത ഭൗതികമായ മോഹങ്ങൾ നീങ്ങി അതിനുള്ളിലേക്ക് ഡിവൈനിറ്റി, സെക്യുലർ ആയിട്ടുള്ള ഡിവൈനിറ്റി, ഒന്നിനെയും ഭയക്കാത്തൊരു ഡിവൈനിറ്റി, എല്ലാത്തിന്റെയും മുകളിൽ ആധിപത്യം പുലർത്താൻ തുടങ്ങും നിങ്ങളുടെ മനസ്സിൽ. അത്യാഗ്രഹം, അസൂയ, പിശുക്ക്, അഹങ്കാരം എന്നിവയിൽ നിന്നെല്ലാം നിങ്ങൾ മോചനം നേടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ തുടങ്ങും, ഫീൽ ചെയ്യാൻ തുടങ്ങും. അത്യാഗ്രഹം, അസൂയ, പിശുക്ക്, അഹങ്കാരം ഇവയിൽ നിന്നും ഓട്ടോമാറ്റിക്കലി മോചനം നേടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നാവ്, ആരെങ്കിലും കുറ്റം പറയുന്ന നാവാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പതിയെ 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 നിർത്താൻ തുടങ്ങും. ഒരു വിനയം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളില് ഉടലെടുക്കുന്നതായിട്ട് മനസ്സിലാവും. പിശുക്കിന് പകരം നമ്മുടെ മനസ്സിൽ ഔദാര്യം കൈവരും. ആരെയും ദ്രോഹിക്കുന്ന നുണകൾ നമ്മളിൽ നിന്നുണ്ടാവൂല. ശരീരത്തിന്റെ തെറ്റായ ഇച്ഛകൾ നീങ്ങി പകരം അവിടെ നന്മയ്ക്ക് സ്ഥാനം വരും. നന്മയ്ക്ക്. മോശം സമ്പത്ത്, തെറ്റായ ഉപജീവന മാർഗങ്ങൾ, തെറ്റായ പ്രവൃത്തികൾ, ഇതിനോടൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഒരു വെറുപ്പുണ്ടാവും. സ്വയം തെറ്റിലേക്ക് നയിക്കുന്ന കമാൻഡിങ് സെൽഫ് എന്ന് പറയുന്ന ഒരാത്മാവുണ്ട്. ഏറ്റവും ഏറ്റവും മോശം അവസ്ഥയുള്ള ആത്മാവ് എന്ന് പറയാം. കരി പിടിച്ച ജീവിതം, കരി പിടിച്ച ആത്മാവ് എന്ന് പറയില്ലേ, കരി പിടിച്ച ആത്മാവ്. സ്വയം തെറ്റിലേക്ക് നയിക്കുന്ന, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവ്. അതിൽ നിന്നും മാറി സ്വയം നിന്ദ നടത്തുന്ന, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും അവഗണിച്ചല്ലോ, എന്നെ അവര് വെറുത്തല്ലോ, എന്നെ അവർ ഉപേക്ഷിച്ചല്ലോ, ഞാൻ തെറ്റ് ചെയ്തു പോയാലും ഞാൻ പശ്ചാത്തപിക്കണം, അവരെന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ വിഷമിക്കണം എന്ന് സ്വയം നിന്ദിക്കുന്ന റീപ്രോച്ചിങ് സെൽഫിൽ നിന്നും നിങ്ങൾ കൃത്യമായി പങ്കെടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ റീഅഷ്വേർഡ് സെൽഫ് അഥവാ ദ ഡിവൈൻ കണ്ടന്റ് സെൽഫ്, അതായത് ഈശ്വര സാന്നിധ്യം കുടികൊള്ളുന്ന ആത്മാവ് എന്ന് പറയാം. മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറയാം. ഈശ്വര സാന്നിധ്യം കുടികൊള്ളുന്ന ഒരു ആത്മാവായി നിങ്ങൾ മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭയങ്ങളെല്ലാം അകന്നു പോകും. കാരണം നമ്മൾ എപ്പോഴും എവിടെയായിരിക്കും, നമ്മുടെ ആത്മാവ് സൃഷ്ടാവിന്റെ സന്നിധിയിലായിരിക്കും. പിന്നെ നമുക്ക് ഒന്നിനെയും, ഭൂമിയിൽ ഒന്നിനെയും നമുക്ക് ഭയം ഉണ്ടാവില്ല, ഒന്നിനെയും. സൃഷ്ടാവിന്റെയും സൃഷ്ടിയുടെയും ഇടയിലുള്ള എല്ലാ മൂടുപടങ്ങളും നീങ്ങും. എല്ലാ മൂടുപടങ്ങളും നീങ്ങും. അവൻ ദൈവത്തെ പ്രണയിക്കുന്നവനും ദൈവത്തെ നേടിയവനും അല്ലെങ്കിൽ സൃഷ്ടാവിനെ നേടിയവനുമായി മാറും. ഒരു സാധാരണ മനുഷ്യനിൽ നിന്നും നിങ്ങൾ
സമാധാനം നൽകുന്ന ഒരു മനുഷ്യനായിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മാറുക. അതുകൊണ്ടാണ് ഇതിനകത്തായിട്ട് നൂറുകണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ ഒന്നും നമ്മൾ പങ്കെടുപ്പിക്കാതെ, നമ്മൾ അങ്ങനെ വലിയ ഒരു ഒരു നമ്മുടെ ഗ്രൂപ്പുകളിൽ കൊടുക്കുന്ന ഒരു പബ്ലിസിറ്റി അല്ലാതെ വേറെ വൈഡ് ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റി നമ്മൾ കൊടുക്കാത്തത് അതുകൊണ്ടാണ്. വേണമെങ്കിൽ നമുക്കൊരു 1000 രൂപ 1500 രൂപ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് പരസ്യം കൊടുക്കാം. ആളുകൾ ഒഴുകി വരും. അത് വേണ്ട. ഇതിൽ പിടിച്ചു നിൽക്കുന്ന ആളുകൾ ആദ്യം ഈ 41 ഡേയ്സ് പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റുക. നിങ്ങളാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തണം എന്ന് തോന്നുമ്പോൾ നിങ്ങളാണിത് പ്രചരിപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ഇത് പോകുന്നത്. ഇതില് ഞാൻ പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു യാത്രയില് മതോ ജാതിയോ വർണ്ണോ വ്യവസ്ഥയോ ഒന്നും നിങ്ങൾക്ക് തടസ്സമല്ല. ഒന്നും നിങ്ങൾക്ക് തടസ്സമല്ല. ആര് സൃഷ്ടാവിനെ അറിയുന്നുവോ അവർ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത്, ആര് സമാധാനം തേടുന്നുവോ അവർ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് വന്ന് ആരെയും കൊണ്ടുവന്ന് ഇരുത്തണ്ട, ഓട്ടോമാറ്റിക്കലി വന്നു കയറുക. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ പ്രപഞ്ചത്തിനൊരു ഭാഷയുണ്ട്. ആ ഭാഷയെ കുറിച്ചാണ്. പ്രപഞ്ചത്തിനൊരു ഭാഷ, മറഞ്ഞിരിക്കുന്ന ഒരു ഭാഷ ഈ പ്രപഞ്ചത്തിനുണ്ട്. ആ ഭാഷ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ആകർഷിക്കാനും ഇതൊന്നും പോണില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തനിയെ വരാൻ തുടങ്ങും. അപ്പൊ എത്ര പേര് റെഡിയാണ് പ്രപഞ്ചത്തിന്റെ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട്? ഓക്കേ, 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 ഓക്കേ. അപ്പൊ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് യൂണിവേഴ്സിനൊരു ഭാഷയുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഷ, സൃഷ്ടാവ് നമ്മോട് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. ഈശ്വരൻ, ദൈവം, സൃഷ്ടാവ്, അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത് വാക്കുകളിലൂടെയാണ്, മറിച്ച് അടയാളങ്ങളിലൂടെയും പാറ്റേണുകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഡെയിലി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വേറെ പല ചിന്തകളിലായതുകൊണ്ടും നമ്മൾ വേറെ ഒരു ലോകത്ത് താമസിക്കുന്നതുകൊണ്ടും ഈശ്വരൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വേണ്ടതെല്ലാം. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ആ തൊട്ടടുത്തുള്ളതിനെ കാണാതെ വേറൊരു ലോകത്താണ്. ഒരു 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 മായാ ലോകത്താണ്, ഒരു ഇല്യൂഷനിലാണ്. നമ്മളെ ആ മായയിലേക്ക് കൊണ്ടുപോകുന്നതാണ് മൊബൈല്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ്, റീല്, അത് ഇത് ന്യൂസുകള്, അത് അങ്ങനെ 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 പലതും. നമ്മളൊരു വേറൊരു ഒരു മായാ ലോകത്തേട്ട്, ഒരു ഇല്യൂഷൻ ലോകത്തേട്ട് കൊണ്ടുപോവാണ്. ലോകത്തെ ഈ എഴുത്തുകൾ, തിരുവെഴുത്തുകൾ എന്ന് പറയുന്ന എഴുത്തുകൾ ഉണ്ടല്ലോ, ലെറ്റേഴ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭാഷ എല്ലാവർക്കും തന്നെ അറിയായിരുന്നു. മനുഷ്യകുലത്തിലെ പല ആളുകൾക്കും ഈ ദൈവത്തിന്റെ ഭാഷ കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ഉള്ളില് അതിന്റെ ഈ ജീൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണടച്ചിട്ട് ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മള് പുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പുഴ. ഓക്കെ. അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇത് കാണും. അമ്മ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇത് കാണും. അതുപോലെ തന്നെ നമ്മള് സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഒരു പിക്ചർ ഫോം ആയിരിക്കും. എന്തെങ്കിലും നമുക്ക് മുമ്പ് നമ്മളെ വിഷമിപ്പിച്ച ഒരു കാര്യോ. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ കാണുന്നത് ഒരു ഒരു ലവ് സൈൻ ആയിരിക്കും, അല്ലെങ്കിൽ അമ്മയായിരിക്കും. അങ്ങനെ ലോകത്ത് ഇങ്ങനെ എല്ലാം പിക്ചർ ഫോമിലാണ് മനുഷ്യൻ മൈൻഡിൽ കാണുന്നത്. പിക്ചർ ഫോമിൽ. അതുകൊണ്ടാണ് പലരും പിക്ചർ ഇല്ലെങ്കിൽ പോലും പിക്ചർ ഉണ്ടാക്കി വെക്കുകയും ഒക്കെ ചെയ്യണത്. ഈ മനുഷ്യനോട് സംസാരിക്കുന്ന പ്രപഞ്ചത്തിന് സംസാരിക്കുന്നതാണ് നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, മൃഗങ്ങൾ, ഋതുക്കൾ, മഴ. മഴയൊക്കെ നമ്മൾ ആ രീതിയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇത്തരം ഒരുപാട് അത്ഭുതങ്ങൾ പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ. അത് സന്യാസി വര്യന്മാർ പറയുന്നത്
പ്രപഞ്ചം ഒരിക്കലും ദ്രവ്യത്താൽ ഉണ്ടാക്കിയതല്ല. പ്രപഞ്ചം മുഴുവൻ അർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണെന്നാ പറയാം. മീനിങ്. പ്രപഞ്ചം മുഴുവൻ മീനിങ്ങുകൾ ഉണ്ടാക്കിയതാണെന്നാ പറഞ്ഞത്. ഓരോ ഓരോന്നും കാണുമ്പോ നമുക്ക് ഓരോന്നായിരിക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടായി വരുന്നത്. അത് നമ്മോട് സംസാരിക്കുകയാണ് പ്രപഞ്ചം. കൂട്ടായി സഞ്ചരിക്കുന്ന ഒരു കൂട്ടായി സഞ്ചരിക്കുന്ന ഒരു പക്ഷികളെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കൂട്ടായിട്ട് ഇരിക്കുന്നതിന്റെ പ്രാധാന്യമായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മൾ അത് കാണൂല. പക്ഷികൾ ചിലപ്പോൾ പറന്നു പോണ കാണും. നമ്മൾ എന്താണ് അതിന്റെ മീനിങ് എന്ന് ചിന്തിക്കൂല. കുറെ പക്ഷികൾ കൂട്ടായിട്ട് പറന്നുകൊണ്ട് ഒരു പക്ഷി ഒറ്റയ്ക്ക് പറക്കുന്നത് കാണാം. ഒറ്റയ്ക്ക് പറന്ന് മുകളിലേട്ട് പറന്നു പോണ കാണുമ്പോ നമ്മുടെ സ്വന്തം ഉയർച്ചയുടെ ഒരു പ്രതീകമായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ അത് ആ ഒരു ഭാഷ നമ്മൾ കാണൂല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷെ നമ്മളത് ചിന്തിക്കൂല എന്താണ്. സ്ഥിരമായിട്ട് ചില നമ്പർ കാണുന്ന ആൾക്കാരുണ്ട്. സ്ഥിരമായിട്ട് ചില നമ്പർ. അവര് നോക്കുന്നിടത്തൊക്കെ ആ നമ്പേഴ്സ് ആയിരിക്കും കാണുക. ചില നമ്പർ സ്ഥിരമായിട്ട് കാണുമ്പോ അതിങ്ങനെ ആ നമ്പർ അത് ഇങ്ങനെ കാണും. ചിലപ്പോ വണ്ടി നമ്പറിനകത്ത് അത് തന്നെയായിരിക്കും സ്ഥിരം കാണും. അങ്ങനെയൊക്കെ കാണുന്ന ആളുകളുണ്ടാവും. കണ്ടോ? ഇപ്പൊ തന്നെ കണ്ടോ? ഓരോ നമ്പർ കാണുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ ഒരു കോമ്പസിനെയാണ് കാണിക്കുന്നത്. മനസ്സിലെ ഒരു 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 ഇന്ന ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അത് പ്രപഞ്ചം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഒരു വെള്ളം ഒഴുകുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ പ്രപഞ്ചം നമ്മുടെ മനസ്സിൽ നിന്നുള്ളതെല്ലാം വിട്ടയക്കാൻ. ഇപ്പൊ ഈ കൃഷി ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ടെൻഷൻ, സ്ട്രെസ് ഇതൊക്കെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? അവര് ഈ വെള്ളം ചെടിക്ക് പകർന്ന് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ. ചെടികൾക്ക് വെള്ളം നനയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രപഞ്ചത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷനാണ് ഉള്ളിലുള്ളതെല്ലാം ഈ വെള്ളത്തോടൊപ്പം ഈ ചെടിയുടെ താഴെയിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകുന്ന രീതിയിൽ വിടുക. ഉള്ളതല്ല എല്ലാം വിട്ടയക്കുക. അവര് പോലും അറിയുന്നില്ല. അപ്പൊ ചിലർ പറയും ഈ ചെടിയൊക്കെ നനച്ച് കഴിയുമ്പോൾ മനസ്സിന് സമാധാനമാണ്. ഇറ്റ്സ് എ സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ. മഴ കാണുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് മഴയിലിട്ട് ഇങ്ങനെ നോക്കി അതിങ്ങനെ ആസ്വദിച്ച് മഴ പെയ്യുന്നതിന്റെ രഹസ്യവും ഇങ്ങനെ മഴ വീണ്ടും വീണ്ടും പെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ളത് പെയ്യുന്നു. ചിലപ്പോൾ ശക്തമായിട്ട് പെയ്യുന്നു. ഇതിന്റെയൊക്കെ ഇങ്ങനെ നമ്മൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് പതിയെ ലിങ്ക് ചെയ്യാൻ തുടങ്ങും. പല ചരിത്രങ്ങളിലും എല്ലാ എല്ലാ മതങ്ങളുടെയും ചരിത്രങ്ങളിലൊക്കെ ഇത്തരം ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നിഗൂഢമായ ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. യെസ്. സിമി മാഡം ഇട്ട വാക് കമ്മ്യൂണിക്കേഷൻ. വിഷ്വലും ഓഡിയോയും കനസ്തെറ്റിക്കുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ചിലത് നമ്മൾ കണ്ടുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചിലത് നമ്മൾ കേട്ടുകൊണ്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ്. ചിലത് തൊട്ട് നോക്കി കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും തൊടുന്നതിലും ഒക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരുപാട് അർത്ഥങ്ങൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പലപ്പോഴും നമ്മള് വേറൊരു ജീവിതത്തിലാണുള്ളത്. അപ്പൊ ഈ പ്രകൃതിയുടെ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റൂല. പ്രകൃതിയുടെ ഭംഗി കാണാൻ പറ്റൂല. കഴിഞ്ഞ ദിവസം ഞാനും വൈഫും ഇങ്ങനെ സ്കൂട്ടറിൽ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് അത് വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആകാശത്തിൽ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ സൺസെറ്റിന്റെ സമയമാണ്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി. നമുക്ക് ആ കാണുമ്പോഴാണ് അതിന്റെ നമ്മളത് അത് പലപ്പോഴും നമ്മൾ ആസ്വദിക്കുന്നില്ല. അത് ആസ്വദിച്ചാലാണ് ഈ കമ്മ്യൂണിക്കേഷൻ നമ്മളിലേക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ മനസ്സിന്റെ സമാധാനം, സന്തോഷം ഒക്കെ ഈ പ്രപഞ്ചത്തിന്റെ ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് ഭയങ്കര ലിങ്കാണ്. ഭയങ്കര ലിങ്കാണ്. ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വിട്ട് കളയുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ കുറെ കാരണങ്ങളുണ്ടാവും. ഡിസിപ്ലിന്റെ കാരണങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് പൈസ വരുന്നത്? എങ്ങനെയാണ് ചെലവാക്കുന്നത്? എന്തിനാണ് ലോൺ എടുത്തത്? എന്തിനാണ് കടം വാങ്ങിയത്? ഒരു ആരോഗ്യ വിഷയങ്ങൾക്കല്ലാതെ എടുത്ത കടങ്ങളും ലോണുകളും ഒക്കെ അയാൾക്ക് പ്രശ്നമുണ്ടാവും. കാരണം വെച്ചാൽ അയാൾ പ്രകൃതിയോട് ഇണങ്ങിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. വേറെ ആരോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കാറുണ്ട് എനിക്ക് കാറ് വേണം. അല്ലെങ്കിൽ അവർക്ക് നല്ല വീടുണ്ട് എനിക്ക് വീട് വേണം.
അപ്പൊ കാറും വീടും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിലയില്ല എന്ന് നിങ്ങളുടെ സോള് തീരുമാനിച്ചാൽ പിന്നെ വിലയില്ല. പിന്നെ പൈസയുടെ പുറകെ പോവും. വലിയൊരു കാറിൽ വന്നിറങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് വിലയുള്ളൂ. അല്ലാതെ നിങ്ങൾക്കൊരു വിലയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാറ് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ വില പോവും. പിന്നെ ആകെ ആദിയായിരിക്കും. അല്ലെങ്കിൽ ആ കാറ് നേടിയിട്ട് അതിന്റെ ബാധ്യത തീർക്കാനുള്ള ആദിയായിരിക്കും. ഇതൊന്നുമില്ലാതെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ലോകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ലോകം പഠിപ്പിക്കുന്നത് നിങ്ങൾ ബെൻസിലോ ഓഡിയിലോ ഒക്കെ വന്നിറങ്ങിയാലേ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ എന്നാണ്. ഇറ്റ്സ് എ ഫേക്ക് വേൾഡ്. 100% ഫേക്ക് ആയിട്ടുള്ള വേൾഡ് ആണ്. സമ്പത്തും സമാധാനവും സന്തോഷവും എല്ലാം നമ്മുടെ പുറകെ വന്നം. നമ്മുടെ പുറകെ വന്നം. അല്ല നമ്മൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. നമ്മുടെ പുറകെ വരും. വരും അത്. അതാണ് ഒറിജിനൽ റൂട്ട്. മറ്റു രീതിയിലൂടെ അത് സ്വന്തമാക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീണ്ടും 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 വിഷമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ ഭൂമിയിൽ ഈ മനുഷ്യർ നിങ്ങളെ ഞാൻ പറയൂല ഇനി. വേറെ മനുഷ്യർ അന്ധരായിക്കൊണ്ടിരിക്കുകയാണ്. അന്ധരായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ അന്ധതയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് റീൽസുകൾ കണ്ണ് നട്ടുകൊണ്ട് അവർ കൂടുതൽ കൂടുതൽ അന്ധതയിലേക്ക്. ഗുരു സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ പറഞ്ഞ പോലെ ആ ഒരു അന്ധതയിലേക്ക് കൂടുതൽ കൂടുതൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും നിങ്ങളും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെയും ഈ ലോകത്ത് നടക്കുന്ന ഒരു രഹസ്യ സന്ദേശം നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, അനശ്വരതയെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ, മഴയെ നിരീക്ഷിച്ചുകൊണ്ട് ദിവ്യമായ ശുദ്ധീകരണം ഈ ഭൂമിയിൽ നടക്കുന്നത്. ഡിവൈൻ ആയിട്ടുള്ള ഒരു ശുദ്ധീകരണം മഴ വരും. കഴുകുകയാണ് മൊത്തം. സർവീസ് ചെയ്യുകയാണ് ഭൂമി. എയറിലും ഭൂമിയുടെ മുകളിലും ഉണ്ടായിരുന്ന ആ ഒരു എല്ലാത്തിനെയും മഴ പെയ്ത് ഇങ്ങനെ സർവീസ് ചെയ്യുകയാണ്. കാർ കൊണ്ടുപോയി നമ്മള് വാഷ് ചെയ്ത് സർവീസ് ചെയ്യില്ലേ, അതുപോലെ ഭൂമിയെ സർവീസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ മഴ വന്നിട്ട്. അതാണ് പ്രപഞ്ചത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. ആ ഭാഷയാണ് നമ്മള് ആ ഒരു പ്രധാനമായിട്ട് നിങ്ങൾ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ. വേഗത കുറയ്ക്കുക. നിങ്ങളുടെ ലൈഫിന്റെ വേഗത കുറയ്ക്കുക. നിങ്ങൾ എല്ലാം സ്പീഡ് എല്ലാം പെട്ടെന്ന് കടന്നു പോവാണ്. പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ കടന്നു പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്യും. എല്ലാം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല. ഭൂമിയും സ്വർഗമായിട്ട് പോണം എന്നാണ്. ഇവിടെയും അവിടെയും എനിക്ക് നന്മ ചെയ്യണേ എന്നല്ല എല്ലാരും ചിന്തിക്കുക. ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും കാലം നന്നായിട്ട് ജീവിക്കണം. മരണശേഷവും നന്നായിട്ട് ജീവിക്കണം എന്നല്ലേ മനുഷ്യന്റെ ചിന്ത. നല്ലൊരു ഇതിൽ വന്നം എന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. എല്ലാവരും. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മള് ഭയങ്കര സ്പീഡിൽ ആ 10 സെക്കൻഡിന്റെ റീല് ഈ റീല് അത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കാണുക. നമ്മൾക്ക് ആവശ്യമാണോ ഒരു എന്റർടൈൻമെന്റ്? ഓക്കെ, ഒരു എന്റർടൈൻമെന്റോ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ. ഇതങ്ങനെയല്ല. നിങ്ങളുടെ ടോട്ടൽ സ്ക്രീൻ ടൈം നിങ്ങൾ ചെക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീൻ ടൈം ചെക്ക് കഴിഞ്ഞാൽ 4-5 മണിക്കൂറായിരിക്കും ഒരു ദിവസം യൂസ് ചെയ്യുക. പലരും അറിയണ്ടാവൂല, അറിയ പോലുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു അരമണിക്കൂർ അതിന് വേണ്ടിയിട്ട് എന്റർടൈൻമെന്റിന് വേണ്ടി റീല് കാണാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചോ. പക്ഷെ അരമണിക്കൂർ അല്ലാത്തപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യരുത്. മാറ്റി വെച്ച് നോക്കൂ, അത്ഭുതങ്ങൾ കാണാൻ പറ്റും. മിറാക്കിൾസ് അവിടെയാണ് സംഭവിക്കുന്നത്. മിറാക്കിൾസ്. ഫോൺ മാറ്റി വെക്കുക. ആവശ്യത്തിന് ഉപയോഗിക്കണം. ആവശ്യം കഴിഞ്ഞാൽ നിശ്ചിത സമയം 1 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് അതിന്റെ ആവശ്യം എത്രയാണ്. അപ്പൊ ഈ നമ്മുടെ സ്പീഡ് കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ മഴയായിട്ടും കാറ്റായിട്ടും പക്ഷികളായിട്ടും മരങ്ങളായിട്ടും കടലായിട്ടും സൂര്യോദയമായിട്ടും സൂര്യാസ്തമയമായിട്ടും അതിനിടയിൽ സംഭവിക്കുന്ന പല ചിഹ്നങ്ങളായിട്ടും പല സ്വപ്നങ്ങളായിട്ടും പല അടയാളങ്ങളായിട്ടും ഒക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത് കുറയ്ക്കണം. ഇതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കത്തിൽ വരെ നിങ്ങൾക്ക് ദർശനം കിട്ടും. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇന്ന് എന്ത് സന്ദേശമാണ് വേണ്ടത്, എനിക്ക് ഇന്ന് എന്തിനെ കുറിച്ചാണ് അറിയേണ്ടത് എന്നൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു സന്ദേശം നിങ്ങൾക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ടാവും.
ചിലപ്പോ ആദ്യത്തെ ദിവസം കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കിട്ടും അത്. ഇപ്പോഴും നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കുമ്പോഴും നമ്മൾ ഇതുമായി പഠിക്കുമ്പോഴും കുറച്ച് സംസാരിക്കുക, കൂടുതൽ നിരീക്ഷിക്കുക എന്നുള്ളത്. പ്രകൃതി എന്ന് പറയുന്നത് തന്നെ ഒരു കണ്ണാടിയാണ്. നമ്മുടെ ആന്തരിക സത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി. നമ്മൾ നല്ല കാര്യങ്ങൾ, നല്ല പ്രകൃതിയും നല്ല നേച്ചറും നല്ല കാര്യങ്ങളാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകവും ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി മാറും? നല്ലതായി മാറും. നമ്മള് ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടുവല്ല. നമ്മുടെ ഈ ചുറ്റുമുള്ള ഭൗതികമായ ലോകത്തിന് രക്ഷപ്പെടുവല്ല നമ്മൾ. അതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ചെയ്യണം. നമ്മുടെ ജോലികളും ഡ്യൂട്ടികളും എല്ലാം നമ്മൾ നിർവഹിക്കണം. അതോടൊപ്പം തന്നെ നമ്മള് നിഗൂഢമായ അല്ലെങ്കിൽ നിഗൂഢതയുടെ ഇതിൽ രൂപം കൊണ്ട വിശുദ്ധമായ ഡിവൈനിറ്റിയെ കുറിച്ചും നമ്മൾ അറിയണം. അത് നമ്മൾ പ്രകൃതിയെ കുറിച്ച് നമ്മൾ അറിയണം. പ്രകൃതിയെ കുറിച്ച് അറിയണം. ചിത്രശലഭങ്ങളെ കാണണം. നക്ഷത്രങ്ങളെ കാണണം. ചന്ദ്രനെ കാണണം. നീലാകാശം കാണണം. എല്ലാം കാണണം നമ്മൾ. അത് കാണുമ്പോഴാണ് നമുക്ക് അതിനോട് കണക്ട് ആവുക. സ്ഥിരം ചിത്രശലഭത്തെ കാണുകയാണെങ്കിൽ എന്താണ് എന്നിൽ രൂപാന്തരപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപരിചിതനായ ഒരാൾ നമ്മളെ നോക്കി പുഞ്ചിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കണം, ഓ, ഒരു സോൾ, ഒരാത്മാവ് എന്നെ നോക്കി പുഞ്ചിരിക്കുകയാണ്. എന്താണ് ദൈവം എന്നിൽ, സൃഷ്ടാവ് എന്നിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് അന്ധവിശ്വാസമൊന്നുമല്ല. ഇത് പവിത്രമായ ഒരു ധാരണയാണ്. പവിത്രമായ ഒരു ധാരണ. ഒരിക്കൽ ഒരിക്കൽ നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കലെങ്കിലും ആ പ്രതീകാത്മകമായ യഥാർത്ഥ യൂണിവേഴ്സിന്റെ, യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ ലോകത്തിലേക്ക് കണ്ണു തുറന്നാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കൂല. നടക്കുമ്പോഴൊക്കെ ഓരോ കല്ലും കാറ്റും മരവും നിഴലും എല്ലാം നിങ്ങളോടൊപ്പം നടക്കും. ആരായിട്ട്? സൃഷ്ടാവിന്റെ ദൂതന്മാരായിട്ട്. ചെറു കാറ്റ് പോലും വരുമ്പോൾ, ആഹാ, സൃഷ്ടാവിൽ നിന്നുള്ള ഒരു 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 ഇളം തഴുകൽ. വാവ്! ചെറിയ കാറ്റ്, ചെറിയ മഴ പെയ്യുന്നത് പോലും, വാവ്! എന്നെ തണുപ്പിക്കാൻ വേണ്ടി, എന്റെ ചുറ്റുമുള്ള ലോകത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മഴ. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കൂല. ഡിവൈനിറ്റി ആയിട്ടുള്ള കാറ്റും ഡിവൈനിറ്റി ആയിട്ടുള്ള ശബ്ദങ്ങളും എല്ലാം നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. നിങ്ങൾ ആ ലോകത്തോട്ട് ഒന്ന് കണ്ണു തുറന്നു കഴിഞ്ഞാൽ ആ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. വല്ലാത്തൊരു ഫീൽ ആയിരിക്കും അത്. ഇറ്റ്സ് എ സൂപ്പർ ഫീൽ. നിങ്ങളുടെ യാത്രയിലും നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോഴും ജോലിക്ക് ഇരിക്കുന്ന സ്ഥലത്തും എല്ലായിടത്തും ഒരു ഡിവൈൻ പ്രസൻസ്. അങ്ങനെയാണ് നമ്മൾ സൃഷ്ടാവിനെ അറിയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഇല്ലാതാകും. എല്ലാം ഇല്ലാതാകും. എത്ര മോശമായിക്കൊള്ളട്ടെ ചുറ്റുമുള്ള സാഹചര്യം, നമുക്ക് അതിൽ നന്മ കാണാൻ കഴിയും. ഇത് ആ ഒരു ഇതിലേട്ടാണ് നമ്മൾ പോകേണ്ടത്. പണ്ടൊരു ഗ്രാമത്തില് ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. ആ പെൺകുട്ടി ജനിച്ചത് തന്നെ ശബ്ദിക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിവില്ലാത്തൊരു പെൺകുട്ടി. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അവളോട് ഭയങ്കര സഹതാപമായിരുന്നു. സംസാരിക്കാൻ കഴിയാത്തൊരു ഒരു കുട്ടി ഇനി എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്ത് ചെയ്യും? പക്ഷെ ആ പെൺകുട്ടിക്ക് ഒരിക്കലും ഞാനൊരു അപൂർണയാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറവുള്ള ഒരാളാണ് എന്ന് ജീവിതത്തിൽ ഒരിക്കലും തോന്നിയിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും ആ പെൺകുട്ടിക്ക് തോന്നിയിരുന്നില്ല. കാരണം അവക്ക് മറ്റുള്ളവർ ചെയ്യാൻ കഴിയാത്ത പലതും ചെയ്യാൻ കഴിയുക. മറ്റുള്ള പലരും
എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയാത്ത ആ പെൺകുട്ടിക്ക് ചുറ്റുമുള്ള മരങ്ങൾ സംസാരിക്കുന്നതും കാറ്റ് സംസാരിക്കുന്നതും എല്ലാം മനസ്സിലാക്കാൻ കഴിയണം. ആളുകൾ ചുറ്റും സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും കരയുമ്പോഴൊക്കെ അവൾക്ക് ചുറ്റും പല നിറങ്ങൾ, പല അത്ഭുതങ്ങൾ, ശരിക്കും വ്യക്തമായ അക്ഷരങ്ങൾ വായിക്കും പോലെ സ്വപ്നങ്ങളൊക്കെ അവൾക്ക് വായിക്കാൻ കഴിയുമായിരുന്നു. അതായിരുന്നു ആ പെൺകുട്ടിയുടെ അത്ഭുതം. സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ ഇത്തരം അത്ഭുതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരിക്കലും ഒരു അപൂർണ്ണയെന്ന് തോന്നിയില്ല. അവക്കെല്ലാം കാട് കാണുമ്പോൾ, മലകൾ കാണുമ്പോൾ, പുഴകൾ കാണുമ്പോൾ അവരൊക്കെ എന്താണ് സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ തനിയെ ഇരുന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നാട്ടുകാര് പറയും, "ഈ പെൺകുട്ടിക്ക് എന്താണോ പറ്റിയേക്കണത്? എന്താന്നറിയില്ല." ചിലര് പറഞ്ഞു എന്തോ ഒരു അത്ഭുത കഴിവുണ്ട്. ചിലര് പറഞ്ഞു എന്തോ വട്ടായി പോയതാണ് സംസാരിക്കാൻ പറ്റാത്തോണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോകെ ആ ഗ്രാമത്തിൽ ഒരിക്കെ അതികഠിനമായ വരൾച്ചയുണ്ടായി. മഴയില്ലാത്തൊരവസ്ഥ. ഒട്ടും മഴയില്ലാത്തൊരവസ്ഥ. അതികഠിനമായ വരൾച്ച. വയലുകളൊക്കെ ഉണങ്ങി. മൃഗങ്ങളെല്ലാം വെള്ളം കിട്ടാതെ മെലിഞ്ഞു. ആളുകളെല്ലാം ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ മഴ പെയ്തില്ല. മഴ പെയ്തില്ല. അങ്ങനെ എല്ലാവരും അവിടെ ഈ പഴയ കാലത്ത് നമ്മളൊരു വലിയ മരത്തിന്റെ ചോട്ടിലൊക്കെ ആയിരിക്കും ഈ ഗ്രാമസഭകളൊക്കെ നടത്തുക. അങ്ങനെ ആ മരത്തിന്റെ ചോട്ടിൽ എല്ലാവരും ഒത്തുകൂടി. പലരും പല അഭിപ്രായം പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഇതെങ്ങനെയാണ് നമുക്കൊരു മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യുക? അപ്പൊ അവിടുത്തെ ഒരു പ്രായമായ ഒരാള്, വളരെ പ്രായമായ ഒരാള് പറഞ്ഞു, നമുക്കറിയാൻ പാടില്ലാത്ത ചിലത് ആ സംസാരിക്കൂലാത്ത പെൺകുട്ടി ഇരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ്. നമുക്ക് അവളോടൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയാലോ? അങ്ങനെ അവരെല്ലാരും കൂടി പോയിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചു, മഴയില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്ന് ആംഗ്യ ഭാഷയിലൂടെ ചോദിക്കുക. പെൺകുട്ടി കുറച്ചു നേരം നിശബ്ദയായിട്ടിരുന്നു. ശബ്ദിക്കാൻ കഴിയില്ല. കണ്ണടച്ചിരുന്നു. എന്നിട്ട് അവൾ എഴുന്നേറ്റ് പതിയെ നടക്കാൻ തുടങ്ങി. എല്ലാരും ഈ പെൺകുട്ടിയുടെ പുറകെ നടക്കണം. അങ്ങനെ വയലും അവരുടെ കൃഷിഭൂമിയും ഒക്കെ കടന്ന് കാട്ടിലുള്ള ഒരു നടുവില് വലിയ വിള്ളലുള്ള ഒരു പാറയുടെ മുന്നിൽ അവൾ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പാറയിലിട്ട് ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് ഇങ്ങനെ ആകാശത്തേട്ട് ചൂണ്ടിക്കാണിച്ചു. വിണ്ട് കീറിയ പാറയുടെ വിടവിലേട്ട് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് ഇങ്ങ് ഹൃദയത്തിലേട്ട് ചൂണ്ടിക്കാണിച്ചു. ഹൃദയത്തിലേട്ട്. ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്നാ ഈ കാണിക്കുന്നതെന്ന് ഒന്നും മനസ്സിലായില്ല. പാറയിലിട്ട് ചൂണ്ടിക്കാണിച്ചു. അത് കഴിഞ്ഞ് ആകാശത്തേട്ട് ചൂണ്ടിക്കാണിച്ചു. പിന്നെ വിള്ളലിലേട്ട് ചൂണ്ടിക്കാണിച്ചു. അത് കഴിഞ്ഞിങ്ങനെ നെഞ്ചിലേട്ട് ചൂണ്ടിക്കാണിച്ചു. കൂട്ടത്തിൽ ഏറ്റവും പ്രായം ഉണ്ടായിരുന്ന ആള് പെട്ടെന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ബാക്കി ആർക്കും ഒന്നും മനസ്സിലായില്ല. അയാളുടെ ജീവിതത്തിൽ കണ്ട കാര്യങ്ങളും അയാളെ പ്രകൃതിയിൽ നിന്ന് കണ്ട കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് അയാള് പറഞ്ഞു, ആ കൊച്ചു പറയുന്നത്, നമ്മളുടെ എല്ലാം ഹൃദയം വരണ്ടുപോയി. പൂർണ്ണമായിട്ട് പാറ പോലെ വരണ്ടുപോയി. നമ്മളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ തമ്മിൽ പാറയുടെ ഇടയ്ക്കുള്ള വിള്ളലായിട്ട് അകന്നുപോയി. അതുകൊണ്ടാണ് തണുപ്പാകുന്ന, കുളിരാകുന്ന മഴ, സ്നേഹത്തിന്റെ മഴ വർഷിക്കാത്തതെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഭാഷ സ്നേഹത്തിന്റെയാണ്, സമാധാനത്തിന്റെയാണ്, സന്തോഷത്തിന്റെയാണ്, പങ്കുവെക്കലിന്റെയാണ്. ഇതെല്ലാം നമ്മൾ മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് മഴ വരാത്തത്. ഇത് നമ്മൾ ഓർത്താൽ മഴ തിരിച്ചു വരും എന്നാണ് പെൺകുട്ടി. അങ്ങനെ ഗ്രാമവാസികൾ മടങ്ങി. അവര് പരസ്പരമുള്ള തർക്കങ്ങൾ, അടികൾ, ബഹളങ്ങൾ, ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരം,
എന്റെ മതമാണ് വലുതെന്നുള്ള സംസാരം, ഈ മതത്തിൽ മാത്രമേ വിശ്വസിച്ചാൽ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടി, എല്ലാം അവര് നിർത്തി. എല്ലാവരും നിർത്തി. അവര് ആ ഗ്രാമവാസികൾക്ക് മനസ്സിലായി, അവരുടെ മനസ്സ് മാറി തുടങ്ങിയെന്ന്. അവര് മഴയുടെ ഒരു ഒരു ലക്ഷണം പോലും കാണാതെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ഉണങ്ങിക്കിടക്കുന്ന വയലേലകളിൽ അവര് പണി ചെയ്തിട്ട് വിത്ത് വിതയ്ക്കാൻ തുടങ്ങി. കാരണം അവർക്ക് അവരുടെ മനസ്സിന്റെ മാറ്റം അവർക്ക് മനസ്സിലായി. മഴ വരുന്നതിന് മുമ്പ് തന്നെ ആ ഉണങ്ങിക്കിടക്കുന്ന വയലേലകളിൽ അവർ വിത്ത് വിതയ്ക്കാൻ തുടങ്ങി. അവരുടെ മനസ്സിന്റെ മാറ്റം പ്രകൃതി തിരിച്ചറിഞ്ഞു. ആ വൈകുന്നേരം ആകാശം ഇരുണ്ടു. ആകാശം ഇരുണ്ടു. നിരാശ കൊണ്ടല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിലുണ്ടായ സന്തോഷം മനസ്സിലാക്കി. ഇത് സ്വർഗത്തിൽ നിന്നല്ല, ഈ ലോകത്ത് നിന്ന് വരുന്ന മഴയാണ്. ഈ ലോകത്ത് നിന്ന് മനുഷ്യന്റെ മാറ്റം, മനുഷ്യൻ കാണുന്ന മാറ്റം, മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങുന്ന മാറ്റം. പ്രകൃതിയിൽ നിന്നുള്ള ചില സന്ദേശങ്ങൾ ഒരിക്കലും സംസാരിക്കില്ല. അവർ കാറ്റിലിങ്ങനെ മന്ത്രിച്ചു പോവാണ്. തീയിലിങ്ങനെ വിരിഞ്ഞു വരികയാണ് ചെയ്യുക. സ്വപ്നങ്ങളിൽ വരികയാണ് ചെയ്യുക. നമ്മുടെ സ്വന്തം ഹൃദയത്തെ, നമ്മുടെ സ്വന്തം മനസ്സിനെ, സ്വന്തം ആത്മാവിനെ മറക്കാത്തവർക്ക് പതിയെ അതെല്ലാം തിരിച്ചു കാണാൻ കഴിയും. ഈ പ്രപഞ്ചത്തിന്റെ ഭാഷ, പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം, പ്രപഞ്ചത്തിന്റെ ഭംഗി, സ്നേഹത്തിന്റെ സൗന്ദര്യം. ആരെ കണ്ടാലും, ഏത് മനുഷ്യനെ കണ്ടാലും ഒരു സോളാണ് എന്നുള്ള തോന്നൽ, ഒരു ആത്മാവാണെന്നുള്ള തോന്നൽ. അവന്റെ കഥകളല്ല, അവന്റെ ചരിത്രമല്ല, അവന്റെ ഹിസ്റ്ററി ഒന്നുമല്ല ലോകത്ത് പ്രാധാന്യം. ഇന്ന് അവൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നന്നായിട്ടാണോ നിൽക്കുന്നത്? ഈ പ്രസന്റ് ടൈമിൽ, ഈ സമയമാണ് നമ്മുടെ സമയം. ഓൺ ദ സ്പോട്ട്, ഈ സെക്കൻഡ്, ഈ സെക്കൻഡിൽ കാണുന്നതെല്ലാം ആസ്വദിക്കുക. ഈ സെക്കൻഡിൽ, അതും 80 മില്ലി സെക്കൻഡ് മുമ്പുണ്ടായതാണ്. നിങ്ങൾ വളരെ കൃത്യമായി ഈ പ്രോസസ്സുകൾ മൈൻഡിനെ ശക്തിപ്പെടുത്തുന്ന, സോളിനെ ശക്തിപ്പെടുത്തുന്ന പ്രോസസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റോ ആയിട്ട് അത് അനുഭവിക്കാൻ പറ്റും. റോ ആയിട്ട് അത് ഒരു സംഭവം ഉണ്ടായാൽ, സ്പർശനം, കാഴ്ച, കേൾവി എല്ലാം 80 മില്ലി സെക്കൻഡ് വിട്ടിട്ടാണ് നമ്മൾ കേൾക്കുന്നതാണ് പറയാം. അപ്പൊ കഴിഞ്ഞു പോയൊരു സാധനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ലൈവായിട്ട് കാണുമ്പോൾ അതാണ് നമ്മൾ വിചാരിക്കുന്നത്, ഈ ഈ നമ്മുടെ ദൈവം, ഈശ്വരൻ, സൃഷ്ടാവ്, അള്ളാഹു എന്നൊക്കെ വിളിക്കുന്ന നമ്മൾ ഒരുപാട് ദൂരെയാണ്, നമ്മുടെ തൊട്ടടുത്തല്ല എന്ന് തോന്നുന്നത്. നമ്മൾ അതിനെ റോ ആയിട്ട്, അതിന്റെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ അനുഭവിക്കും. നമ്മൾ ഒരു ഇല്യൂഷനിലാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇല്യൂഷൻ, മായ. റോ ആയിട്ടാണെങ്കിൽ നമ്മൾ, അതായത് അതിന്റെ യാഥാർത്ഥ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, എല്ലാം അറ്റ് പ്രസന്റ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ നിമിഷം നമ്മുടെ അടുത്തുണ്ട്. ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഈ സെക്കൻഡിൽ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇവിടെ നമ്മുടെ തൊട്ടു മുന്നിൽ ഈശ്വരൻ വരം നൽകാൻ വന്ന് നിൽക്കുകയാണ് എന്ന് ചിന്തിക്കുക. എല്ലാം നമുക്ക് എടുത്ത് അങ്ങോട്ട് വെക്കാൻ പാടില്ലേ? എല്ലാം, നമ്മുടെ ലൈഫിലുള്ളത്, എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം എടുത്തതാ മുമ്പിലിട്ട് വെച്ചു. എല്ലാം അലിഞ്ഞുപോയി. എല്ലാം അലിഞ്ഞുപോയി. എന്നിട്ട് പറയുകയാണ്, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. കോടാനുകോടി, കോടാനുകോടി, കോടാനുകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ചതിൽ സംസാരിക്കാൻ കഴിയുന്നത് നിനക്ക് മാത്രമാണ്. ഇത്ര ഉന്നതമായി ചിന്തിക്കാൻ കഴിയുന്നത് നിനക്ക് മാത്രമാണ്. നീയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് സൃഷ്ടാവ് നമ്മോട് പറയും. നിനക്ക് എന്തും ചെയ്യാൻ കഴിയും, എന്തും. പക്ഷെ ആ സോളിനെ നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ പവർ ഉണ്ടാവുള്ളൂ. പ്രായം എന്നത് വെറും ഒരു നമ്പറായി മാറും. ഇറ്റ്സ് എ നമ്പർ. നിങ്ങളുടെ സോളിന് ഒരിക്കലും പ്രായമാകുന്നില്ല. അത് അനന്തതയുള്ളതാണ്. ഒരിക്കലും പ്രായമില്ലാത്തതാണ്. പ്രായമില്ല അതിന്.
അതുകൊണ്ടാണ് സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾ എപ്പോഴും ഒരേ പ്രായക്കാരായിരിക്കും എന്ന് പറഞ്ഞത്. കാരണം ഒരേ പ്രായം എന്ന് പറഞ്ഞാൽ പ്രായം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. എപ്പോഴും ഒരേ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടുകയും കുറയുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ സോളിന്റെ യഥാർത്ഥ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തെ എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും നമ്മളിതെല്ലാം നിറഞ്ഞതും അൺകണ്ടീഷണൽ ലവും ഫോർഗീവ്നെസ്സും ഒക്കെ നിറഞ്ഞ ഫുൾ ടൈം നമ്മൾ അതുമായിട്ടാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സോളായി മാറി. ഹൈലി പവർഫുൾ ആയിട്ടുള്ള വേൾഡിലെ ഏറ്റവും ശക്തിയുള്ള, ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ആ സോളായിട്ട് മാറി. പിന്നെ നമ്മുടെ പവർ എന്താ? ചുറ്റും സംഭവിക്കുന്നതെല്ലാം ഇന്ന് ഈ ഒരു സെക്കൻഡിലെ ഒരു 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 ഇത് മാത്രമായി നമ്മൾക്ക് മനസ്സിലാവും. ഇത് തുടരുന്നതല്ല. ഇതെല്ലാം എവിടെ പോവും? ഞാൻ മാത്രമാണ് സത്യം. എന്റെ സോള് മാത്രമാണ് സത്യം. എന്റെ ആത്മാവ് മാത്രമാണ് സത്യം എന്ന് തിരിച്ചറിയും. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈസിയായി. വെറുതെ ഈ കോംപ്ലിക്കേഷനിലേക്ക് പോണ എന്തിനാണ്? മറ്റേതാണ് സിമ്പിള്. നമ്മൾ വിചാരിക്കുന്ന ഇത് കോംപ്ലിക്കേഷൻ എന്ന് വിചാരിച്ച് ഇത് പഠിക്കൂല നമ്മള്. നമ്മളെപ്പോഴും എന്ത് ചെയ്യും? മറ്റേതാണ് സിമ്പിള്. എന്തെങ്കിലും പുറകെ ഓടി അതിന്റെ പുറകെ കഷ്ടപ്പെട്ടു പോയി നമുക്ക് കുറെ പൈസ ഉണ്ടാക്കാം, കുറെ അതുണ്ടാക്കാം, ഇതുണ്ടാക്കാം. അവനെ പോലെ ആവാം, ഇവനെ പോലെ ആവാം. അവൻ വീട് പണിതു, എനിക്കും വീട് പണിയണം. അവന്റെ മുമ്പിൽ കാറുണ്ടെങ്കിൽ എനിക്ക് വിലയുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു വിലയില്ല. ഞാൻ സാധാരണ മട്ടിൽ നടന്നാൽ എനിക്കൊരു വിലയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് വിലയില്ല. അതൊന്നുമല്ല. നിങ്ങളൊരു സാധാരണക്കാരനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ലൈഫിലുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. ഞാൻ സാധാ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ അടുത്തൊക്കെ ആണെങ്കിൽ ഒരു സ്കൂട്ടറിൽ സാധാരണ രീതിയിലാണ് പോകും. എന്നെ അങ്ങനെ ഒരു പ്രത്യേക മനുഷ്യനായിട്ടൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ ചെന്ന ഒരു കടയിൽ ചെന്നു, സാധനം വാങ്ങി, ഒരു ചായ വാങ്ങി കുടിക്കാൻ. അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു കസേരയൊക്കെ എടുത്ത് വന്നിട്ടിട്ട് ഇരിക്കുക. ഞാൻ 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 ചെന്നത് ഒരു സാധാരണ വേഷത്തിലാണ്. അയാൾ ആർക്കും തരാത്തൊരു പരിഗണന തരികയാണ്. ബിക്കോസ് ഞാൻ എന്റെ മനസ്സിൽ വിശ്വസിക്കുന്നുണ്ട് എന്റെ വാഹനോ എന്റെ ഡ്രസ്സോ എന്റെ രൂപോ ഇതൊന്നും അല്ല എന്നെ പരിഗണിക്കാൻ ഞാൻ കാരണമാക്കുന്നത്. ഞാനാണ്. നീ മറ്റൊന്നിനും എനിക്ക് വിലയില്ല. എന്റെ വീടോ എന്റെ വാഹനോ എന്റെ വസ്ത്രങ്ങളോ ഒന്നുമല്ല എന്നെ പരിഗണിക്കാൻ കാരണം. ഞാനാണ് എന്നെ പരിഗണിക്കാൻ കാരണം. ഞാൻ. നിങ്ങൾ ഇനി മുതൽ അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. നിങ്ങളെ പരിഗണിക്കാൻ കാരണം നിങ്ങളാണ്. അല്ലാതെ നിങ്ങളെ ചുറ്റും കാണുന്ന ലോകമൊന്നുമല്ല. നിങ്ങളുടെ ലോകം തന്നെ മാറും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം തന്നെ കാണും. എല്ലാം മാറും. എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ഇപ്പൊ നമുക്ക് 7 മണിയായി. നമ്മുടെ പ്രോസസ്സിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഫ്രീ ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുക. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടിരിക്കുക. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടിരിക്കുക. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് നിന്ന്? അത് കുറവാണ്. എന്നാലും ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ എസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് തരണേ. ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരാണെങ്കിൽ ഇതൊരു മൈൻഡ് പവർ പ്രോസസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒന്നും പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഒരു മെഡിറ്റേഷനോ യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിങ്ങോ ഒന്നുമല്ല. ജസ്റ്റ് നിങ്ങൾ കണ്ണടച്ച് നിശബ്ദരായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിന് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. നിങ്ങൾ ഞാൻ എന്ന ഭാവം, അഹങ്കാരം, അസൂയ, കാപട്യം എല്ലാം എല്ലാം നിങ്ങൾ ഈശ്വരന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ, അള്ളാഹുവിന് മുമ്പിൽ എല്ലാം സമർപ്പിക്കുക. സൃഷ്ടാവിന് മുമ്പിൽ സമർപ്പിക്കുക.